ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടാം. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. അവിടെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 പീസ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് എടുക്കാം, ഒരു 4-5 ബീൻസ് ഒക്കെ എടുത്താലും മതി. ഇപ്പം ഇവിടെ ഞാൻ ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് സവാള എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി വേണം. അതേപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഓറഞ്ചില്ലേ, അതിനിവിടെ മൊസംബി എന്ന് പറയും, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് ആ സെയിം പാനിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. റൈസിൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതിനെ രണ്ടിനെയും എടുത്തൊന്ന് വറുത്തത് മാറ്റിയതിന് ശേഷം ഈ സവാളയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് കോരി മാറ്റാം. സവാള നല്ലതുപോലെ വറുത്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി കൊടുക്കാം. ഈ ടിഷ്യൂ പേപ്പറിൽ വെച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കതിനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോറ്, നമ്മൾ നേരത്തെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ അരി വേവിക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മളിവിടെ 2 കപ്പ് അരിയായിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യുന്നത് ഏലക്കായ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 6 പീസ്. അതേപോലെ ഗ്രാമ്പു 5 പീസും നമ്മളുടെ കറുവാപ്പട്ടയില്ലേ, അതൊരു ചെറിയ 2 പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ഈ വെള്ളത്തിൽ തന്നെ കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോർമൽ സൈസിലുള്ള ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാഫിൻ്റെ ഫുൾ ജ്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളമില്ലാതെ ഈ അരി മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരി നമ്മൾ വേവിക്കുന്നത് ഒരു 1/4 വേവിലാണ് ഇതിനെ മാറ്റുന്നത്. പക്ഷെ ഒരു പകുതി വേവ് ആകുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മൾ ക്യാരറ്റ് ഇടത്തില്ല കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് കളറൊക്കെ മാറിപ്പോവും. അതുപോലെ തന്നെ ഒരു 1/4 വേവ് ആകുമ്പം ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റും. ആ സമയത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ അരി നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇതൊരു 1/4 വേവ് ആകും കേട്ടോ. ആ 1/4 വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാം. ഇനി ഇത്രയേ ഉള്ളൂ, ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്താൽ മാത്രം മതി. ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദം ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ദോശക്കല്ലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്ന പാൻ വെക്കുന്നത്. കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആ ഒരു പാനിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ജ്യൂസ് അടിക്കുന്ന ഓറഞ്ച്, ഞാൻ പറഞ്ഞില്ലേ മൊസംബി എടുക്കുന്നു, അപ്പം അതിനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് അതിൻ്റെ മുകളിലേക്കാണ് നിരത്തുന്നത്. അതിനുശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ലെയറൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് നിരത്തുന്നത്. അപ്പോൾ റൈസിൻ്റെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ചോറിടും, പിന്നെ വീണ്ടും വറുത്ത ഉള്ളി ഇടും. അങ്ങനെയാണ് നമ്മൾ ഈ ചോറ് ലെയർ ചെയ്യുന്നത്. എനിക്കൊന്ന് ഞാൻ ആ ലെയർ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു, എനിക്ക് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടില്ല. വേറൊന്നും ചെയ്തിട്ടില്ല, ഈ വറുത്ത ഉള്ളിയും ചോറും ഇട്ടിട്ട് ലെയർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലും കുറച്ച് വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ നേരത്തെ മൊസംബി കട്ട് ചെയ്തതിനകത്ത് 3 പീസല്ലേ താഴെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ബാക്കി പീസ് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂ നട്ട്സും കിസ്മിസും ഇല്ലേ, അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അതേപോലെ ലെയർ ചെയ്യുന്ന സമയത്തും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകളിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വേറെ എസൻസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ
പൈനാപ്പിൾ എസൻസോ പൈനാപ്പിൾ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഈ എസൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും വീണ്ടും കുറച്ചും കൂടി ആ ഒരു ഫ്ലേവറും കുത്തലും ഒക്കെ വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്യാമേ. ഏറ്റവും മുകളിൽ ആഡ് ചെയ്യുന്ന ആ ഒരു നെയ്യ് വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ലെയർ ചെയ്യുന്ന സമയത്തില്ലേ അന്നേരവും ഓരോ ടീസ്പൂൺ വെച്ചിട്ടൊക്കെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിനെ നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ ദമ്മിൽ അത് കിടക്കട്ടെ. ഇത് ആ ദോശക്കല്ലിലാണല്ലോ വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇത് മാറ്റാം. അത്രയും സമയത്തിന്റെ ആവശ്യമുള്ളൂ. അന്നേരം ആകുമ്പോൾ നല്ല പരുവായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് എസ്പെഷ്യലി ഈ ക്രിസ്ത്യൻ മാരേജസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ തരത്തിലുള്ള റൈസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു ഓതന്റിക് ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.